റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതിന് പിന്നാലെ കാണാനില്ല എന്ന പരാതി ഉയർന്ന ഡ്രൈവറെയും ഭാര്യയും കണ്ടെത്തി. ഡ്രൈവർ രജിത് കുമാറിനെയും ഭാര്യയും ഗുരുവായൂരിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയത്. അന്വേഷണ സംഘം തുടർച്ചയായി ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് രജിത് കുമാർ. ഈ കേസായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എൻ്റെ അറിവോട് കൂടിയിട്ടോ ഞാൻ ചെയ്തിട്ടുമല്ല. മാമയെ കാണാതായതു എന്തായാലും. മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ ക്രൈംബ്രാഞ്ച് ചൊവ്വാഴ്ച ഡ്രൈവർ രജിത് കുമാറിനെയും ഭാര്യയെയും ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷം രണ്ടുപേരും വീട്ടിലേക്ക് എത്തിയില്ല. ഇരുവരെയും കാണാനില്ലെന്ന് കാട്ടി കുടുംബം വ്യാഴാഴ്ച നടക്കാവ് പോലീസിൽ പരാതി നൽകി. ഗുരുവായൂരിൽ നിന്നാണ് പോലീസ് ഇരുവരെയും കണ്ടെത്തിയത്. ഇവിടെ ഒരു ലോഡ്ജിൽ മുറിയെടുത്തിരുന്നു. അന്വേഷണത്തിന്റെ പേരിൽ ക്രൈംബ്രാഞ്ച് പല തവണകളായി വിളിപ്പിക്കുന്നു. മാനസിക സംഘർഷം കാരണമാണ് മാറി നിന്നത്. മാമിയെ കാണാതായതിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും രജിത്ത്. ആർക്കോ വേണ്ടിയിട്ട് പോലീസോ എന്തോ ഒരു ഇത് നടത്തിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. ഒന്നുകിൽ നടക്കാതെ പോലീസിന്റെ അനാസ്ഥ തന്നെയാണ് ഈ കേസ് ഇടയിലെത്താണ്ടായി പോയത്. കടുത്ത മനോവിഷമത്തിലായിരുന്നു രജിത്ത് എന്ന ബന്ധുക്കൾ. മക്കളെ രാത്രി ഒരു 12 സമയത്ത് രാത്രി വന്ന് ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കോടതിയിൽ ഒരു കേസ് ഫയലുണ്ട്. എന്നുവെച്ചാൽ അങ്ങനെ സമയത്ത് വിളിക്കരുതെന്നും അമ്മയുടെ സ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള സംഭവമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് വന്നിട്ട് ഇപ്പോൾ മൂത്തോനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതും കഴിഞ്ഞിപ്പം പെങ്ങളെ അവിടുന്ന് ചോദ്യം ചെയ്തല്ലാണ്ട് വേറെ ചോദ്യം ചെയ്തില്ല. ഇനി വീട്ടിൽ നിന്ന് ഇപ്പം പെങ്ങളും കൂടി അവിടെ വിളിച്ച് ചോദ്യം ചെയ്ത് ഓള് മാനസികമായിട്ട് കരച്ചിലും പിടിച്ചു ഭയങ്കര പ്രശ്നങ്ങളായി. ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതിന് പിന്നാലെ കോഴിക്കോട് നഗരത്തിലെ ഒരു ലോഡ്ജിലാണ് ഇരുവരും കഴിഞ്ഞത്. KSRTC സ്റ്റാൻഡിന് മുൻപിൽ നിന്ന് രജിത് കുമാറും ഭാര്യയും ഓട്ടോറിക്ഷയിൽ കയറുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. 20 വർഷത്തിലധികം മാമിയുടെ ഡ്രൈവറായി രജിത് കുമാർ ജോലി ചെയ്തിരുന്നു. 2023 ഓഗസ്റ്റ് 21-നാണ് മാമിയെ കാണാതായത്. അന്ന് ഓഫീസിൽ വെച്ച് മാമി രജിത് കുമാറിനെ കണ്ടിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.